ഇന്ത്യൻ കാർ മാർക്കറ്റിലെ ടൊയോട്ടോ എന്ന ബ്രാൻഡിന്റെ കാറുകളെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള മുഖ്യമായ കാരണം പ്രാക്ടിക്കാലിറ്റിയും റിലയബിലിറ്റിയുമാണെന്ന് എടുത്തു പറയാം. 3 ലക്ഷം കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ കൂടി വളരെ വലിയ പണിമുടക്കൊന്നും നടത്താതെ സുപ്പീരിയർ ക്വാളിറ്റിയോടുകൂടി തന്നെ റണ്ണാകുന്ന വാഹനങ്ങളാണ് ടൊയോട്ടയുടേത്. എന്നാൽ ടൊയോട്ടയുടെ ചില കാറുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ബഡ്ജറ്റ് ബയേഴ്സിന് ഔട്ട് ഓഫ് ദ റീച്ചിലാണുള്ളത്. ഇന്നോവ ക്രിസ്റ്റ ആയിക്കൊള്ളട്ടെ, ഹൈക്രോസ് ആയിക്കൊള്ളട്ടെ, ഫോർച്യൂണർ ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം തന്നെ ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനങ്ങളാണ്. കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന ടൊയോട്ടോ കാറുകളെല്ലാം തന്നെ മാരുതി സുസുക്കിയുടെ റീബാഡ്ജഡ് വെർഷനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ആ കാരണം കൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൊയോട്ടയുടെ ഹാച്ച് ബാക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ടൊയോട്ട ആക്കിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ഈ പുതിയ സ്മോൾ കാർ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള DNGA പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനത്തെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും റിജിഡ് പ്ലാറ്റ്ഫോമിൽ ഫ്യൂൽ എഫിഷ്യൻസിയും സേഫ്റ്റിയും ഡ്രൈവിംഗ് ഡൈനാമിക്സും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. എക്സ്റ്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ ഷാർപ്പ് ആയിട്ടുള്ള ഡിസൈൻ, സ്റ്റൈലിഷ് ആയിട്ടുള്ള സിറ്റി കാർ പോലെയുമാണ്. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, ബോൾഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രിൽ, 14 ഇഞ്ച് അലോയ് വീൽ സ്പോർട്ടി ആയിട്ട് എൻഹാൻസ് ചെയ്യുന്നു. ഓവറോൾ ആയിട്ട് 3.76 മീറ്റർ ലെങ്തിലാണുള്ളത്. ഏകദേശം ടാറ്റ പഞ്ചും ഹ്യുണ്ടായി എക്സ്റ്റർ പോലുള്ള ഡയമെൻഷനില് ഈ വാഹനത്തെയും പെടുത്താം. 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. സിറ്റി റോഡ്സിന് വേണ്ടി ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ മികച്ചതാണ്. ഇന്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ ടൊയോട്ടയുടെ ക്വാളിറ്റി എടുത്തറിയിക്കുന്ന ഒരു വാഹനമാണ്. മികച്ച രീതിയിലുള്ള മോഡേൺ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന് ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ. ഈ വാഹനത്തിന്റെ എഞ്ചിനും പെർഫോമൻസിനെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷനോടുകൂടിയാണ് ഈ വാഹനം വരുന്നത്. പവർഫുൾ ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ഏകദേശം 90 HP പവറും 113 ന്യൂട്ടൺ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന സുസുക്കിയുടെ K സീരീസ് എഞ്ചിനായിരിക്കും ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. റിലയബിൾ ആയിട്ടുള്ളതും ലോങ് ലാസ്റ്റിംഗുമായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇതും. ലോ എൻഡ് വേരിയന്റ് ആയി 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനും നൽകുന്നു. ഇത് 67 HPയും 89 ന്യൂട്ടൺ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. 25 കിലോമീറ്റർ മൈലേജ് ഈ എഞ്ചിൻ ഓപ്ഷന് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. സേഫ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ ടൊയോട്ടോ കാറുകൾ സേഫ്റ്റിയിൽ മികച്ചവ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. മുന്നേ തന്നെ ടൊയോട്ടയുടെ ഈ ആഖിയെ ഏഷ്യൻ എൻകാപ്പില് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ റേറ്റിംഗും ഈ വാഹനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹാച്ച് ബാക്ക് സെഗ്മെന്റില് 4 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഡീസന്റ് ആയ റേറ്റിംഗ് എന്ന് തന്നെ പറയാം. മുന്നേ തന്നെ ഇന്തോനേഷ്യ, സൗത്ത് ആഫ്രിക്ക പോലുള്ള കൺട്രികളിൽ ഈ കാർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൻട്രി ലെവൽ കാറായാണ് ഈ കാറിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ടാറ്റ ടിയാഗോ, ഗ്രാൻഡ് ഐറ്റൻ നിയോസ്, മൈക്രോ SUVs ആയിട്ടുള്ള പഞ്ച്, എക്സ്ട്ര പോലുള്ള കാറുകൾക്ക് കോമ്പറ്റേറ്റ് ആയി ടൊയോട്ടോ ഈ കാറിനെ ലോഞ്ച് ചെയ്യുന്നു. ടൊയോട്ടോ ഇന്ത്യയിൽ പ്രീമിയം കാറുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാസ് മാർക്കറ്റിന് വേണ്ടിയും റിലയബിൾ ആയിട്ടുള്ള ടൊയോട്ടയുടെ തന്നെ ഒരു കാറിനെ ലോഞ്ച് ചെയ്യുന്നു. ആ കാരണം കൊണ്ട് തന്നെ കസ്റ്റമറിന് അടുത്തൊരു ഓപ്ഷൻ കൂടി ലഭിക്കുകയാണ് മാസ് മാർക്കറ്റ് സെഗ്മെന്റിൽ. ഈ ടൊയോട്ടോ ആക്കിയയെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.